ആശുപത്രിയിലെത്തിയ 16-കാരിയുടെ മൂക്കിൽ നിന്ന് നീക്കം ചെയ്തത് പൂർണ്ണ വളർച്ചയെത്തിയ പല്ല്. ഇത്തരത്തിൽ അപൂർവമായ സംഭവം നടന്നത് ബഹ്റൈനിലാണ്. മൂക്കിനുള്ളിൽ തടസ്സം അനുഭവപ്പെട്ട സ്വദേശി പെൺകുട്ടി ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിയപ്പോഴായിരുന്നു പരിശോധനയിൽ മൂക്കിൽ പല്ല് വളരുന്നതായി കണ്ടെത്തിയിരുന്നത്. കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ENT കൺസൾട്ടന്റ് പ്രൊഫസർ ഹെഷം യൂസുഫ് ഹസന്റെ നേതൃത്വത്തിലാണ് പല്ല് നീക്കം ചെയ്തിരുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് 1 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് മൂക്കിൽ നിന്നും പല്ല് പുറത്തെടുത്തത് തന്നെ. മൂക്കിനുള്ളിൽ തടസ്സം അനുഭവപ്പെടുന്നതായും എന്തോ തിങ്ങി നിറഞ്ഞതുപോലെ തോന്നുന്നുവെന്നുമാണ് ENT വിഭാഗത്തിലെത്തിയ പെൺകുട്ടി അധികൃതരോട് വ്യക്തമാക്കിയത്. ഇതേ തുടർന്ന് എൻഡോസ്കോപ്പി, CT സ്കാൻ എന്നിവ നടത്തിയിരുന്നു. അതേസമയം പരിശോധനയിൽ മൂക്കിനുള്ളിൽ പല്ല് പോലെയുള്ള എന്തോ വസ്തു ഉള്ളതായി കണ്ടെത്തുകയായിരുന്നു ഡോക്ടർമാർ. മൂക്കിലെ ദ്വാരത്തിന് നടുവിലാണ് ഇതിന്റെ സ്ഥാനമെന്നും വ്യക്തമായിരുന്നു. അങ്ങനെ ഇതേ തുടർന്ന് ഒപ്റ്റിക്കൽ ഫൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇത്തരത്തിൽ മുഴു വളർച്ചയെത്തിയ പല്ല് നീക്കം ചെയ്തത്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ പല്ല് നീക്കം ചെയ്യാൻ കഴിഞ്ഞെന്നും രോഗിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെന്നും പ്രൊഫസർ ഹസൻ വ്യക്തമാക്കി. ഇത്തരത്തിൽ സൂപ്പർ ന്യൂമാറ്റി ടൂത്ത് എന്നറിയപ്പെടുന്ന പല്ല് ലോകത്ത് 100 മുതൽ 1000 പേരിൽ ഒരാൾക്ക് മാത്രമാണ് കാണപ്പെടുന്നതെന്നും അതിൽ തന്നെ മൂക്കിൽ പല്ല് വളരുന്ന അവസ്ഥ അപൂർവമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.